കൊച്ചി കണ്ണൂർ പുറംകടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലുകളിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തു തുടങ്ങിയെന്ന കോസ്റ്റൽ AIG. വാൻഹായ് കപ്പലിനെതിരെ കേസെടുക്കാനുള്ള സാധ്യത പരിശോധിക്കും. MSC എൽസ കപ്പൽ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി. വിഴിഞ്ഞത്തെത്തിയ MSC മാനസ എന്ന കപ്പലിനെ തടഞ്ഞുവെക്കാൻ കോടതി നിർദ്ദേശം. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാനുള്ള UDF തീരുമാനത്തിൽ പ്രിയങ്ക ഗാന്ധി നിലപാട് വ്യക്തമാക്കണമെന്ന് CPM. നിലമ്പൂരിൽ M സ്വരാജിനെതിരെ പ്രചരണവുമായി ആശാവർക്കർമാർ. അപമാനിച്ചവർക്ക് വോട്ട് നൽകരുതെന്ന ആശമാരുടെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് MV ഗോവിന്ദൻ. UDF പ്രചരണത്തിന് നാളെ പ്രിയങ്ക ഗാന്ധി എത്തും. സണ്ണി ജോസഫ്, മുത്തുക്കോയ ജിഫ്രി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ജനങ്ങളെ വേർതിരിക്കുന്ന ജാതി സെൻസസിൽ നിന്ന് പിന്മാറണമെന്ന് NSS. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും നിവേദനം നൽകി. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് പ്രേമാനന്ദൻ ജാതി അധിക്ഷേപം നടത്തിയതായി പരാതി. പട്ടികജാതി ഉദ്യോഗസ്ഥ സ്ഥലം മാറിപ്പോയപ്പോൾ സെക്രട്ടേറിയറ്റിൽ ശുദ്ധികലശം നടത്തിയെന്ന ആരോപണം. പരാതി വ്യാജമെന്ന് പ്രേമാനന്ദൻ. ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. അമേരിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തരൂർ മോദിയെ അറിയിച്ചതായി വിവരം. കൂടിക്കാഴ്ച തരൂർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കാസർഗോഡ് ചിറമ്മൽ കടപ്പുറത്ത് വർഷങ്ങൾക്ക് മുൻപ് വീട് തകർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിൽ. ഇപ്പോഴും കഴിയുന്നത് വാടക വീടുകളിൽ. കടൽക്ഷോഭത്തിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് അധികൃതർ നൽകിയ ഉറപ്പുകൾ നടപ്പായില്ല. അമൃത ന്യൂസ് അന്വേഷണ പരമ്പര തുടങ്ങുന്നു. കണ്ണീർ കടലോരം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ അടിക്ക് തിരിച്ചടി. ഓസീസിന്റെ ഒന്നാം ഇന്നിംഗ്സിലെ 212 റൺസ് പിന്തുടർന്ന് ദക്ഷിണാഫ്രിക്ക പതർന്നു. 4 വിക്കറ്റിന് 43 റൺസ് എന്ന നിലയിൽ ഓസീസിനെ തകർത്തത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി 5 വിക്കറ്റ് എടുത്ത റബാഡയുടെ പ്രകടനം.